തമാശയാണെങ്കിൽ പോലും ഞാൻ ബോസ് പൊസിഷനിൽ ഇരിക്കുന്നത് തെറ്റാണടാ. വേണ്ട. നീ എന്താ പറയുന്നത്? ഇതൊക്കെ തമാശയാണെന്ന് നിന്റെ വിചാരം? കൊന്നുകളെ നിന്നെ ഞാൻ. അനാഥനാണ് പോലും. ഇനിയൊരു വട്ടം കൂടി ആ വാക്ക് നീ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നീ ഭരതനല്ല, ലക്ഷ്മണനാ. വാ നീ എന്റെ കൂടെ. എന്നെ കൊണ്ട് പറ്റില്ലടാ, ഒന്ന് മനസ്സിലാക്കുക നീ. ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കാൻ സമ്മതിച്ചില്ലേ, അതുപോലെ അങ്ങ് സമ്മതിച്ചേക്ക്. സിമ്പിൾ. എടാ, നമ്മുടെ കമ്പനിയിലെ കള്ളനെ കണ്ടെത്താൻ ഞാൻ ഇവിടെ ഒരു കോമൺ എംപ്ലോയിയായി ജോലിക്ക് കയറിയേ പറ്റൂ. ആ ഫയൽ ആരയച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെയും സംശയിക്കാനോ ആവുന്നില്ല. എനിഹോ, ഇതിനെല്ലാം അർത്ഥം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഏത് വിധേന ഞാൻ ഇവിടെ ഒരു കോമൺ എംപ്ലോയി ആയിട്ട് ജോലിക്ക് കയറണം. സോ ഫ്രം നൗ ഓൺ യു ആർ മൈ ബോസ്. ഓക്കെ ബോസ്? ഒരു ബോസ് ആടാ നീ. ചേഞ്ച് യുവർ എക്സ്പ്രഷൻസ്. സ്മൈൽ. ഗുഡ്. ബോസ്. രാമൻ നടത്തുന്ന പട്ടാഭിഷേകം. ശരി. നിന്റെ മോളെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് വേറെ ദിവസമൊന്നും കിട്ടിയില്ലേ? ഇവിടേക്ക് ഇന്ന് പുതിയ ബോസ് വരുന്ന ദിവസമാ. ഇത് ഓഫീസാണോ അതോ പ്ലേ ഹോം ആണോ എന്ന് അയാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? സോറി സർ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ ഞാനൊരു ഫയൽ ഒപ്പിട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും അതിന്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ മാനേജർ ഞാനാണോ അതോ നീയാണോ? എനിക്കിപ്പോ അറിയണം. അയ്യോ, സിഹി കാണുന്നുണ്ടല്ലോ. ചരൺ സർ എന്നോട് ദേഷ്യപ്പെടുന്നത് കണ്ട അവക്ക് വിഷമാവുമല്ലോ. ആ ഫയലും ഒപ്പൊക്കെ എവിടെ? ഇല്ല സർ. നീ കിടന്ന് പിള്ള കളിക്കണോ? ഞാൻ ഇന്നലെ കുറെ നേരം വെയിറ്റ് ചെയ്തു. അദ്ദേഹം ബിസി ആയിരുന്നു സർ. എന്നിട്ട് അതിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നോ? ഇല്ല സർ, അവിടുത്തെ ഒരു എംപ്ലോയിക്ക് ഞാൻ ഫയൽ കൊടുത്തു. എന്ത്? കണ്ട് ഏതോ ഒരാൾക്ക് ഫയൽ കൊടുത്തെന്നോ? നിന്നെ ഈ പണി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. എപ്പോഴാണോ എനിക്ക് പൊട്ടബുദ്ധി തോന്നിയത്? ആരുടെ കയ്യിലാ കൊടുത്തത്? പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സർ. വാട്ട് നോൺസെൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് അടങ്ങുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണോ നീ? സ്റ്റോപ്പ് ദാറ്റ് ബ്ലഡി സ്മൈൽ. ഞാനിവിടെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോ നീ ചിരിച്ചു കാണിക്കുന്നോ? ഹൗ ഡെയർ യു! ഹലോ, അതെയോ? ഓക്കെ സാർ. ഇനി ഇവിടെ തന്നെ നിൽക്കുന്നത് എന്തിനാ? ബോസ് വന്നിട്ടുണ്ട്, പോയി ജോലി ചെയ്യാൻ നോക്ക്. സർ, അന്ന് ഫയല് ഞാൻ ഗെറ്റ് ലോസ്റ്റ്. ബോസ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും അയാളെ ഇംപ്രസ് ചെയ്തേ മതിയാകൂ. ഇവര് രണ്ടുപേരിൽ ആരാ ബോസ്? കോമൺ സെൻസ്. കോട്ടിട്ട ആളായിരിക്കും ബോസ്. വെൽക്കം ബോസ്. താങ്ക് യു ബോസ്. ഇതാ മാനേജർ വിശ്വസിച്ചു. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. ഞാൻ ബോസാണെന്ന് വിശ്വസിച്ചെങ്കിൽ ഇയാളാണ് ഈ ഓഫീസിലെ ഏറ്റവും വലിയ പൊട്ടൻ. താങ്ക് യു മിസ്റ്റർ ചരൺ.d. ചരൺ.d. നൈസ് ടു മീറ്റ് യു ചരൺ ഡി. പ്ലീസ് കം. ബോസ് പ്ലീസ്. Attention everybody. Guys, new boss.
സീതാരാമ ഓ സീതാരാമ. വെൽക്കം സർ, വെൽക്കം. അങ്ങനെ എന്റെ ശതകോടീശ്വര രാജകുമാരൻ എന്റെ അരികിൽ എത്തിക്കഴിഞ്ഞു. ശതകോടീശ്വര രാജകുമാരൻ എനിക്ക് തന്നെ കിട്ടണേ. ആസ് ദി മാനേജർ ഓഫ് ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വല്ലാത്തൊരു കുരങ്ങൻ തന്നെ കറക്റ്റ് സമയത്ത് ഡിസ്റ്റർബ് ചെയ്തു. Sir, we heartfully and wholeheartedly welcome you to office, sir. ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ള എല്ലാ കമ്പനികളും സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ബ്രാഞ്ചിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ബോസിനെ കിട്ടിയതിന് നമ്മളെല്ലാം പുണ്യം ചെയ്തിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഓഹോ, ഇവനാണോ ഈ വലിയ കാറിന്റെ ഓണർ? ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത്രയും നേരം ഒന്ന് കാണാൻ കൊതിച്ചു നിന്നപ്പോ ഇങ്ങനെ ആയിപ്പോയല്ലോ നിന്റെ അവസ്ഥ. ഇപ്പൊ ഇയാൾ എന്നെ കണ്ടു കഴിഞ്ഞാ എന്തായാലും ഇയാൾ എന്നെ തിരിച്ചറിയുന്ന ഉറപ്പാ. സാർ, ഇതാണ് സീത. ഹലോ സർ. ഹലോ. സീതാരാമ ഓ സീതാരാമ. ഇന്നലെ ഇങ്ങോട്ട് ആരാണ് ഫയൽസ് കൊണ്ടുവന്നത്? കണ്ടെത്തണം. ഇറ്റ്സ് എ ഫ്ലാറ്റ് എമൗണ്ട്. പേപ്പറുകൾക്കിടയിൽ കാഷ്വലായിട്ട് വെച്ചാൽ മതി. മറ്റു പേപ്പറുകളിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിലും പതിയോ അത്. സർ, നിങ്ങളെങ്കിലും ഒന്ന് പറ പ്ലീസ്. എനിക്ക് ഫയലിൽ ഒരു സൈൻ മാത്രം മതി. അശോക്, വീട്ടിൽ വന്ന് ഫയൽ തന്ന കുട്ടി ഇവളാണ്. ഹായ്, ഐ ആം പ്രിയ. ഹായ് പ്രിയ. ഇതാരാ ഇത്? നമ്മുടെ ഓഫീസിലൊരു കുഞ്ഞ് എംപ്ലോയി. സാറ് അത് വാട്ട് ഈസ് യുവർ നെയിം? My name is Sihi. S-I-H-I. S capital. ഇപ്പോ നമ്മുടെ ബോസ് നമ്മളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി റാം സംസാരിക്കും. സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, സംസാരത്തെക്കാൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് നമ്മുടെ ബോസ് എന്ന്. ഇത്രയും കാലം ഈ ഓഫീസിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പുതിയൊരു ബോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഓഫീസ് റൂൾസിനെതിരെ പ്രവർത്തിക്കുന്നവരോടും ഇവിടെ ജോലിയിൽ അലസത കാണിക്കുന്നവരോടും ബോസ് ഒരിക്കലും ക്ഷമിക്കുന്നതല്ല. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങൾക്കത് നേരിട്ട് ബോസിനോട് പറയാം. ഈ ഓഫീസിൽ എല്ലാവരും ഈക്വലാണ്. നായകനെ വിശ്വസിക്കുന്ന ടീമല്ല, ടീമിനെ വിശ്വസിക്കുന്ന നായകനാണ് നമ്മുടെ ബോസ്. യെസ്, താങ്ക് യു ഫോർ യുവർ ടൈം. ഇനി എല്ലാവരും അവരവരുടെ ജോലി നോക്കിക്കോളൂ. ചരണ്ടി, സാർ, ലാസ്റ്റ് 3 yearsന്റെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് വേണം.
3 വർഷത്തെ സാർ. യെസ്, ഡീറ്റെയിൽസ് എടുത്തോണ്ട് എന്റെ ക്യാമ്പിലോട്ട് വന്നോളൂ. രമേശ്, സീത ഒന്ന് ഹെൽപ്പ് ചെയ്യുവാ. ഇവിടെ തന്നെ ഇരിക്കണം, എങ്ങും പോവരുത് കേട്ടോ. ഓക്കെ. പ്രിയ, സിഹി ഇവിടെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ കണ്ടേ. I got you. Hi. Hi. This is Ram. My name is Sihi. S-I-H-I. S capital. എന്റെ ആറും ക്യാപിറ്റൽ. Ram spelling easy. R-A-M. ഇന്റലിജന്റ് ഗേൾ. ശരി, ഇവിടെ എന്താ പരിപാടി? ഹോംവർക്ക് ചെയ്യുക. അപ്പൊ മോള് സ്കൂളിൽ പോയില്ലേ? ഈ ഓഫീസിൽ ആരുടെ കൂടെ വന്നത്? അമ്മ. ഈ പാവയും നിന്നെ പോലെ ക്യൂട്ടാണല്ലോ. ഇതെന്റെ ഫ്രണ്ട് ബെല്ലി. ബെല്ലി, സിഹി, രണ്ടാള് സൂപ്പർ. ബെല്ലിക്ക് എന്താ ഇഷ്ടം? ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുമോ? ബൊമ്മ എപ്പോഴെങ്കിലും ചോക്ലേറ്റ് തിന്നുവോ? ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സിഹിക്ക് എന്താ വേണ്ടേ? എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ പാടില്ല. അതെന്താ, പുഴുപ്പല്ല് വരുമെന്ന് ടീച്ചർ പറഞ്ഞോ? എനിക്ക് ഷുഗർ ഉണ്ട്. 1 വർഷത്തിൽ 1 ദിവസം മാത്രമേ ഞാൻ സ്വീറ്റ് കഴിക്കുള്ളൂ, എന്റെ ബർത്ത്ഡേക്ക് മാത്രം. ഞാൻ ചോക്ലേറ്റ് കഴിച്ച എന്റെ പാവ അമ്മ കരയും. എനിക്ക് ഡെയിലി എന്റെ അമ്മ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കൂടുതൽ കഴിച്ചാൽ ഷുഗറും കൂടുതലാവും. പിന്നെ എനിക്ക് കുറേ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പാവ അമ്മ. ശരി, എന്നാ നമുക്ക് ചോക്ലേറ്റ് വേണ്ട. ബെല്ലി, യു ആർ സോ ലക്കി. അറിയോ, നിന്റെ ഫ്രണ്ട് സിഹി എന്ത് സ്ട്രോങ് കുട്ടിയാണെന്നറിയോ? വേറെ പെൺകുട്ടികളെ പോലെ അല്ലേ അല്ല. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹർ. ബെല്ലി, എന്റെ സിഹിമോൾക്കൊരു തംസപ്പ് കൊടുത്തേ നോക്കട്ടെ. ഹേയ്, ഇത് ശരിക്കും കൊള്ളാലോ. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും കൊള്ളാവോ? അതെ, ശരിക്കും ഭംഗിയുണ്ട്. പിന്നെ എന്താ ഇത്? ഒന്നുമില്ല, വിട്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി. ഞാൻ ഇനി എന്തായാലും ചോദിച്ചു വരില്ല. അതൊരു ഹെലികോപ്റ്ററാ. എനിക്കറിയാം, പക്ഷേ നിന്നെ കൊണ്ടത് പറയിപ്പിക്കാനാ ഞാൻ ചോദിച്ചേ. ഇന്നലെ എന്റെ ബർത്ത്ഡേ, പക്ഷെ എന്റെ അമ്മ ഒറ്റയ്ക്ക് ഹെലികോപ്റ്ററിൽ പോയി. ഒറ്റയ്ക്ക് എങ്ങനെയാ പോണത്? എന്നെ കൊണ്ടല്ലേ പോണ്ടത്. അതുകൊണ്ടാ ഞാൻ ഓഫീസിൽ വന്നത്. ഓ, ഇന്നലെ നിന്റെ ബർത്ത്ഡേ ആയിരുന്നോ? എന്റെയും ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. എനിക്കൊരു ഹൈഫൈ താ. നമ്മൾ രണ്ടുപേരും ഒരു ദിവസം ജനിച്ചിട്ട് നീ വലിയ ആളായല്ലോ, അതെന്താ? എന്ത് ചെയ്യാനാ മോളെ, ഞാൻ വലുതായി പോയി. പക്ഷേ എനിക്ക് നിന്നെ പോലെ ഒരു കുഞ്ഞു കുട്ടിയാവാനാ എപ്പോഴും ഇഷ്ടം. നിനക്ക് ഫ്രണ്ട്സ് ഇല്ലേ? ഉണ്ട്, പക്ഷേ നിന്നെ പോലെ ഒരു കുഞ്ഞു കുട്ടിയില്ല. ബെല്ലി, ഇയാളെ നമുക്ക് ഫ്രണ്ട് ആക്കിയാലോ? യെസ്, ബെല്ലി സമ്മതിച്ചു. നീയും ഞങ്ങളുടെ ഗാങ്ങിൽ ചേർന്നോ?
ഇന്നലെ ഞങ്ങൾ കേക്ക് മുറിച്ചു. നീ മുറിച്ചോ? വലുതാണോ? ആ ഏകദേശം ഇത്ര ഉണ്ടാവും. എന്റെ അത്ര തന്നെ. സെയിം പിച്ച്. ഹേയ്, പക്ഷെ എനിക്ക് കേക്ക് വേണ്ടായിരുന്നു. അതെന്താ? ഇഞ്ചക്ഷൻ പേടിയായതുകൊണ്ടാണോ? ഞങ്ങളെ ഒരു ബാഡ് അങ്കിളിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അമ്മ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന്. ബാഡ് അങ്കിളോ? ബാഡ് അങ്കിള് തന്നെയാ. അയാൾ എപ്പോഴും അമ്മയോട് പൈസ ചോദിക്കും. തിരിച്ചു താന്ന് പറഞ്ഞ് അമ്മയോട് ബഹളം ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ അയാളെ ഭയങ്കര പേടിയാ. സിഹി, വീട്ടിൽ നീയും അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെല്ലി. അല്ലെങ്കിലും എന്റെ രാജകുമാരൻ എന്നെ തേടി എനിക്കറിയായിരുന്നു. എന്നാലും സിഹിയെ കണ്ടോ? പെട്ടെന്ന് നേരെ ഓഫീസിലേക്ക് വന്ന അക്ഷത, സിഹിയെ കണ്ടായിരുന്നോ? ഇട്ടിരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പ്രിയ, സിഹി എവിടെ? സിഹി, അവള് കാരണം ഇതൊക്കെ സംഭവിച്ചേ. നിന്റെ മകൾ എന്റെ ഭാഗ്യദേവതയാ. നോക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. അവൾ കൈ ചൂണ്ടിയത് നിന്റെ നേർക്കാണെങ്കിലും ആ ഭാഗ്യം കിട്ടിയത് എനിക്കാ. പ്രിയ, സിഹി എവിടെയാന്നാ ചോദിച്ചേ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഓടി കളിക്കുന്നുണ്ടാവും. വീട് നോക്കിക്കൂടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ ഞാൻ. ഒരു 2 മിനിറ്റ് നോക്കാൻ പറ്റില്ലേ നിനക്ക്? ഏയ്, നമ്മളെന്താ വല്ല മാർക്കറ്റിലും ആണോ മോളെ നോക്കി ഇങ്ങനെ ഓടി നടക്കാനായിട്ട്? ഇരുത്തിയോടുത്ത് തന്നെ ഇരിക്കാൻ അവളെന്താ സീതയാണോ? ഇവിടെ എവിടെയെങ്കിലും ഓടി കളിക്കുന്നുണ്ടാവും അവള്. നീ വലിയ ഓവർ പ്രൊട്ടക്ഷൻ ഒന്നും കാണിക്കാൻ നിക്കല്ലേ. നീ കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കണം അവൾക്ക്. വന്ന് നീ ഇത് പറയല്ലേ. സിഹി, സിഹി, ഫ്രണ്ടിനെ മുറുക്കെ പിടിച്ചോ. ഹെലികോപ്റ്റർ ഇപ്പൊ മുകളിലേക്ക് പോവാ. എത്ര മേളില്? ഒരുപാട് മുകളിൽ. ഫ്രണ്ട്, ഇവിടെ നിന്ന് സ്കൂള് കാണാൻ പറ്റുമോ? ആ, സ്കൂള് കാണണോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റൈറ്റ് തിരിക്കട്ടെ. എന്റെ സ്കൂള് റൈറ്റ് അല്ല, ലെഫ്റ്റ്. നമുക്കിനി ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാം. ഓക്കെ? ഡ്രൈവർ, ഇതിന്റെ കൺട്രോള് പോകുന്നു. ഓടി വാ. അയ്യോ, ഇതിപ്പോ മറിയുവേ. ലാൻഡായി. മതി. ഇല്ല, ലാൻഡ് ആയില്ല. വേഗം വാ. സിഹി, എന്തായി ചെയ്യുന്നേ? അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഞാനല്ല ഡിസ്റ്റർബ്, നീയാണ് ഡിസ്റ്റർബ്. ഞാൻ ഹെലികോപ്റ്ററിലല്ലേ. ഇത് നിർത്തിയിട്ട് വന്ന് സംസാരിക്കാം. സംസാരിക്കാമേ. പൈലറ്റ്, ഒന്ന് വേഗം വന്ന് ലാൻഡ് ചെയ്തേ. ഓക്കെ, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യൂ. സോറി പറ അദ്ദേഹത്തോട്. സോറി ഒക്കെ എന്തിനാ? അത് തന്നെ. അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തതിന്. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഞാനും ഇവന് ഫ്രണ്ടാ. ഞങ്ങക്ക് ബോറടിച്ചപ്പോ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഹെലികോപ്റ്റർ പറപ്പിച്ചതാ. ഇനി മുതൽ ഇവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവളിങ്ങനെയാ, എല്ലാരോടും ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധിമുട്ടായെങ്കിൽ സോറി. നോ പ്രോബ്ലം. കുറച്ചു നേരം യാതൊരു ടെൻഷനും ഇല്ലാതെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റി. ഓൾ താങ്ക്സ് ടു മൈ ഫ്രണ്ട്. താങ്ക് യു ഫ്രണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ താങ്ക് യു ഫ്രണ്ട്. ഓക്കെ ഫ്രണ്ട്. ഇത് റാം, RAM. എന്തായാലും ഇന്നലെ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിയില്ലേ? സന്തോഷമായി. നിങ്ങളുടെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്,
ഇന്നലെ സീതമ്മേനെ സഹായിച്ചത് നിങ്ങളാണോ? ഹെലികോപ്റ്ററിൽ പോകാൻ എത്ര ചാർജ് ആവുമെന്ന് എനിക്കറിയില്ല. ക്യാബ് ആയിരുന്നെങ്കിൽ ഒരു 200 രൂപയൊക്കെ ആവും. അതിപ്പോ എത്രയാണെങ്കിലും ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തോളൂ. അതും മൊത്തമായിട്ടല്ല, മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച്. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ വിട്, ഒരു കുഴപ്പമില്ല. ബോസ് അതൊന്നും കണക്കിൽ കൂട്ടാറേയില്ല. എന്തായാലും മോടെ ബർത്ത്ഡേ അല്ലേ, സോ ഇറ്റ്സ് ഫ്രീ. ഇത് മോശമാ. ബർത്ത്ഡേ എന്റെ അല്ലേ, അപ്പൊ ഞാനല്ലേ ഹെലികോപ്റ്ററിൽ പോകേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇപ്പൊ പോയതോ? ഇഷ്ടായില്ലേ? ഇഷ്ടമൊക്കെ ആയി, പക്ഷേ നെക്സ്റ്റ് ടൈം ശരിക്കുള്ള ഹെലികോപ്റ്റർ ഞാൻ കൊണ്ടുപോവാം. എന്താ നോക്കുന്നേ? കോഡ് ഹൈഫൈ. എന്താ തരില്ലേ? ഗുഡ് ഗേൾ. ഇന്നലെ ഒരു ഫയൽ തന്നില്ലേ ഒപ്പിടാൻ, അത് നിങ്ങളുടെയാണോ ശരിക്കും? തന്റെ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ? ചരണ്ടി. അയ്യോ, നമ്മുടെ മാനേജർ പറഞ്ഞിട്ടാ. ചരണ്ടി. എനിക്ക് അയാളെ അറിയാം, അയാളുടെ തല കാലിയാ. സിഹി, ഇവള് പറഞ്ഞത് ശരിക്കും സത്യം തന്നെയാണെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചരണ്ടിയുടെ പണിയായിരിക്കുമോ? 3 വർഷത്തെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ആണ് ബോസ് കൊണ്ടുവരാൻ പറഞ്ഞത്. വേഗം, ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് ഡൗട്ട് തോന്നും. എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. മനസ്സിലായില്ലേ? പൊക്കോ പൊക്കോ. ഇതൊന്നും ആരും ചോദിക്കില്ലെന്ന് കരുതിയതാ വലിയൊരു മണ്ടത്തരമായത്. മേഡം പറഞ്ഞതുപോലെ ഈ ബോസിനോട് സൂക്ഷിച്ചു കളിക്കണം. ഒന്ന് വേഗം ഡിലീറ്റ് ചെയ്യേ. എത്ര നേരം വേണം?